Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പക്കാവടയാട്ടോ. ഇത് കണക്കത്തെ പക്കാവടയാട്ടോ. നമ്മൾ റിബൺ കണക്കത്തെ പക്കാവടയില്ലേ അതാണ് ട്ടോ. ഇത് വളരെ എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് കടലപ്പൊടി, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അയമോദകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ കടലപ്പൊടിക്ക് ഗ്യാസ് ഉള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതുപോലെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം ഒഴിച്ചു എന്നിട്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. അത് മതിയാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ വേണം കേട്ടോ വരാനായിട്ട്. ആ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് വേണ്ടത്. മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റാണിത്. പക്ഷെ നമുക്ക് ഇനിയിതിപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടിയാണ് നമ്മൾ പീച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ വരണം. ആ ഒരു പരുവത്തിനാണ് കുഴച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ കണക്ക്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കാം. അതിൻ്റെ ചില്ല് ഇതാട്ടോ. നീളത്തിൽ ഡിസൈനുള്ള ചില്ലായിരിക്കണം കേട്ടോ ഇടേണ്ടത്. അപ്പോൾ എൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു ഹോളേ ഉള്ളൂ. ചില ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ അകത്തൊക്കെ 3 ഹോൾ വരും, ഇതുപോലെ നീളത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ചിലതിനൊക്കെ ഇങ്ങനെ 3 എണ്ണവും 2 എണ്ണവും ഒക്കെ വരലുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരെണ്ണേ ഉള്ളൂ. ഒന്നാണെങ്കിൽ കുറച്ച് നീളം കൂടുതലാട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ചില്ലിടാം. ചില്ലിട്ടതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചേക്കണം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അതിനേക്കാൾ അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ ഒരു അച്ചിൽ കയറാനുള്ള മാത്രം മാവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ മാവ് ഫുള്ളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ അച്ച് ഇതുപോലത്തെ ടൈപ്പാണ്. അപ്പോൾ ഈ അച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ പീച്ചെടുക്കുമ്പോൾ മാവെല്ലാം കൂടെ മുകളിലോട്ട് കയറിപ്പോരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പപ്പ ചെയ്തു തന്നൊരു പരിപാടി കേട്ടോ. ഇതുപോലെ ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇറക്കി വെക്കും ഞാൻ. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് മാവ് മുകളിലേക്ക് പൊങ്ങി വരത്തില്ല. ഇത് അടയ്ക്കുക ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി നേരെ എണ്ണയിലേക്ക് ആയിട്ട് പീച്ചിടുന്നത്. അപ്പോൾ ഞാനിവിടെ മാവ് അച്ചിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പീച്ചെടുക്കാം. വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്കാവട ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് വാവട്ടമുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവിട്ട് വെക്കാം. ഇതാ ഇട്ടപ്പോൾ തന്നെ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പീച്ചാം. അപ്പോൾ ഇത് നമ്മൾ നേരെ എണ്ണയിലേക്ക് തന്നെ കേട്ടോ പീച്ചിടുന്നത്. ഇത് പീച്ചുന്നതനുസരിച്ചിട്ട് നമ്മൾ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ഹോള് കുറച്ച് വലുതാട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പക്കാവടയാണ് വന്നേക്കുന്നത്. ഇനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിപ്പോൾ ഒരു നല്ലൊരു വടി പോലെയാവും കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് മൂത്തു എന്നുള്ളത്. അതിന് കളർ വ്യത്യാസമൊന്നും വരത്തൊന്നുമില്ല. കുറച്ച് നല്ല ഒരു ചിപ്സ് കണക്കാകും. നമുക്കത് എടുക്കുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇത് കണ്ടല്ലേ ഒരു വടി പോലെയായി. അപ്പോൾ നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണക്കാട്ടോ. ഇനി ഇതൊരു പേപ്പറിൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയാണ്. കണ്ടോ? സൗണ്ട് കേട്ടോ, നല്ല മുരുമുര എന്നുള്ള പക്കാവട. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് മാറ്റുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് വേണം ഇടാനായിട്ട്. ഇത് ഇങ്ങനെ നീളത്തിലല്ല, നമ്മൾ കണ്ടിട്ടില്ലേ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു പീസായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്ന ചെറിയൊരു ക്വാണ്ടിറ്റി ആട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചധികം എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പക്കാവട. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കടലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്